റജീഷും ജില്ലുമാണ്. ഇനി ഇവർ കുറച്ച് വിശേഷങ്ങളിലോട്ട് കിടക്കാം. അവരിപ്പോൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. നിഷേ, അപ്പം നമ്മുടെ അതാ പറയുന്നതായിരിക്കും. ഒന്നുമില്ല, ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കുറേ കാലമായി. അത് ഏകദേശം 2021 ഡിസംബർ 10 വയനാട് അമ്പലവയലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ 2 സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്ന് കാണുന്ന ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ക്യാരവൻ ഞങ്ങളെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളെ യാത്രയ്ക്ക് കേട്ടോ. ഞങ്ങളുടെ ടീഷർട്ടിലും വണ്ടിയിലേക്കുള്ളൊരു കുഞ്ഞൊരു എഴുത്തുണ്ട്, 1 രൂപ എന്നുള്ള ചിഹ്നം. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് എല്ലാവരും നിന്നും കുറഞ്ഞത് 1 രൂപ കളക്ട് ചെയ്തിട്ട് ആരും ഇന്ന് വരെ ചെയ്യാത്തൊരു ചെറിയൊരു പരിപാടി, അതായത് ചെറിയൊരു 22 സെൻറ്റ് സ്ഥലം വയനാട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു 5 വീടുണ്ടാക്കിയിട്ട് ഭിന്നശേഷിക്കാരായ ഒരു 5 കുടുംബങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ യാത്രേൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും, നമുക്ക് ആൾക്കാരെ കാണാം, സ്ഥലങ്ങൾ കാണാം. പോയി വരുമ്പോഴത്തേനും ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു മിഷനുമായിട്ട് യാത്രയായിട്ടാണ് ഞങ്ങൾ നമ്മുടെ ഏറ്റുമാനൂർ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇവരെയൊക്കെ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവർ നല്ല രീതിയിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടോ. നമ്മുടെ ആശയങ്ങൾ കാണാത്തവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കിൾ ക്യാരവാൻ എന്നുള്ളൊരു പേരും കൂടി ഇതിനുണ്ട്. അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതപ്പം വണ്ടി കാണാം, ഫുള്ള് കാണാം. അപ്പോൾ നിങ്ങൾ പറയുമെന്നറിയില്ല, എന്തായാലും വണ്ടീൻ്റെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞൊരു മിനി ബസ്, അതായത് നമ്മുടെ സ്കൂൾ ബസ്സിൻ്റെ ഒക്കെ കുഞ്ഞൊരു ഫോർമാറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല വിസിബിളായിട്ടുള്ള നല്ല 2 മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആംബുലൻസ് ലൈറ്റ് പോലെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ റൈഡ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് എത്ര രൂപ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡിലൊക്കെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വണ്ടീൻ്റെ ഉള്ളൊന്ന് നോക്കാം. ഇത് ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ക്യാരവാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഇതിനകത്തുള്ളത് നോക്കാം. ഇതിനകത്തൊരു സോളാറിൻ്റെ ചെറിയൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ലൈറ്റുകൾക്ക് വേണ്ടുന്ന സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഇത് ചെങ്ങളത്തുനിന്ന് ഒരു ജെറിംബ്രോ എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് സ്പോൺസർ ചെയ്തതാണ്. അതുപോലെ ഫാനുണ്ട്. പിന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇതിനെല്ലാം മുകളിൽ സോളാർ ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് കണ്ടല്ലേ, നമ്മൾ പറഞ്ഞ 2 സൈക്കിളും കൊണ്ടായിരുന്നു ഇറങ്ങിയത്. ഈ 2 ഗിയർ സൈക്കിളാണ്. ഈ 2 സൈക്കിൾ എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ക്ലാമ്പിലടിച്ച് സെറ്റ് ചെയ്തതാണ്. എപ്പോൾ വേണമെങ്കിലും ഇതിനകത്ത് ഊരിയെടുക്കാൻ പാകത്തിന്. അപ്പോൾ 2 ഗിയർ സൈക്കിള് ഇതിനകത്ത് ഒരേപോലെ സെറ്റ് ചെയ്ത് ഹാൻഡിലൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. ഒരെണ്ണം തിരിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടെ തിരിയും. ഒരാൾക്കും വേണമെങ്കിൽ സുഖമായിട്ട് ഓടിച്ചു പോവാം. അതുപോലെ ബാക്കിൽ ഈ കാണുന്നത് നമുക്കൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇത് രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ പമ്പ് പള്ളികളിലൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടം വരെ വരും, ഹാൻഡിലിൻ്റെ അവിടം വരെ വരും. അപ്പോൾ സുഖസുന്ദരമായിട്ട് 2 പേർക്ക് നീണ്ട് നിവർന്ന് നമുക്ക് കിടക്കാൻ പറ്റും. അവിടെ ഒരു കുഞ്ഞൊരു ഫാനുണ്ട്. പിന്നെ ഇവിടെ ഫോണൊക്കെ കുത്തിയിടാൻ മറ്റൊരു പ്ലഗും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിനുള്ളിൽ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും അരിയും പഞ്ചസാരയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് ഇലക്ട്രോണിക്സ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഫുള്ള് വർക്ക് നമ്മൾ തന്നെയാണ്. ഇത് പിന്നെ നമുക്ക് വരുന്ന വഴിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നാണ്, ഒരു കോളേജിൽ നിന്ന് ഒരു ഗിഫ്റ്റ് തന്നാണ്, വരച്ച് തന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ ഉൾഭാഗത്ത് കാണിക്കാനുള്ളത്. വയനാട് ടു കാശ്മീർ സൈക്കിൾ ക്യാരവാൻ റൈഡ്, 1 രൂപയ്ക്ക് 5 വീട്. ഇതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റെപ്പിനെയാണ്. നമ്മുടെ സൈക്കിളിൻ്റെ വീലാണെങ്കിലും എക്സ്ട്രാ നമ്മൾ കമ്പികൾ ചെയ്തിട്ട് ഇതിന് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭാരം താങ്ങാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. പിന്നെ ആവശ്യത്തിനുള്ള സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടേക്ക് വന്ന റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ ആർക്കും അറിയാത്തൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാൽ നമുക്ക് പാചകം ചെയ്യാം. ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കുഞ്ഞൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് മെയിൻ 2 വീല് കൊടുത്തിട്ടുണ്ട് ആക്റ്റീവേൻ്റെ. പിന്നെ അത് ചെറിയൊരു മോട്ടർ വെച്ചിട്ടുണ്ട്. കയറ്റം കയറാനും റിവേഴ്സൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഈ മോട്ടറാണ് ഉപയോഗിക്കുക കേട്ടോ. അതിന് വേണ്ടി ഇതാ ബാറ്ററി അവിടെ ഉണ്ട്, മുകളിൽ സോളാറും ഉണ്ട്. അപ്പോൾ ഒരു കുഞ്ഞൊരു ഏരിയ ഇത് ഇവിടെയുണ്ട്. അങ്ങനെ കാര്യങ്ങളും പ്ലാനൊക്കെ എങ്ങനെയാണ്? റോഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, വയനാട് തുടങ്ങി കാസർഗോഡ് തൊട്ട് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം പോകുന്ന റോഡിലാണ്. അപ്പോൾ അത് 10ാമത്തെ ജില്ല ഉണ്ടാക്കിയത്. ഇനി ഇവിടുന്ന് തിരുവനന്തപുരം, അതായത് അടുത്ത ജില്ല പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ കഴിഞ്ഞ് നമ്മുടെ തിരുവനന്തപുരം ഞങ്ങൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അവിടുന്ന് തമിഴ്നാട് വഴി അങ്ങനെ കാശ്മീർ, ആന്ധ്ര, വെസ്റ്റ് ബംഗാൾ അങ്ങനെ കയറിയിട്ട് വലത് സൈഡ് കൂടെ പോയിട്ട് കാശ്മീരൊക്കെ പോയിട്ട് ഇടത് സൈഡിൽ തിരിച്ച് കർണാടക, ദെൻ വയനാട്. ഇങ്ങനെയാണ് ഞങ്ങളെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പോയി വരിക. പിന്നെ ഇത് വർക്കൗട്ടിലേക്ക് എത്തുമ്പോൾ സമയം പിടിക്കും. ഇപ്പോൾ ഒരു 2.5 വർഷമായി. ഇനി ഒരു 2 വർഷം കൂടെ വേണം നമുക്ക് ഫുൾ സംഭവം കംപ്ലീറ്റ് ചെയ്ത്. താങ്ക് യു. ഓക്കെ, എവിടെ വെച്ച് വീണ്ടും കാണാം. ഓക്കെ ബൈ.